ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ മലയാളികൾക്ക് കപ്പയും മീൻകറിയും എന്ന് കേൾക്കുമ്പോൾ തന്നെ വായുന്ന വെള്ളം വരും, അത്രയ്ക്കും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ കറി വയ്ക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഒരു കുക്കറിലേക്ക് കുറച്ച് കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരു 4-5 വിസിൽ മതിയാവും. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഒരു 5ാമത്തെ വിസിലാണ്. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 2 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ പീസ് വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഇതിലേക്ക് തേങ്ങ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടില്ല, കുറച്ച് ഒരു 3/4 ടേബിൾ സ്പൂൺ തേങ്ങയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു പച്ചമുളകും. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ തേങ്ങയൊക്കെ കുറച്ച് മതി, നിറയെ തേങ്ങയുടെ ആവശ്യമൊന്നും ഇല്ല, കുറച്ച് തേങ്ങ മാത്രം എടുത്താൽ മതി. അങ്ങനെ ഇതാ കപ്പയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം അതായത് ചെറുതായിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കട്ടിക്ക് കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതിനകത്തുള്ള വെള്ളം, നമ്മൾ ആ കപ്പ വേവിച്ചൊരു വെള്ളമില്ലേ, അതൊന്ന് കളയണം. അങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുറച്ച് വെള്ളം അതിലുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇപ്പോൾ ഇളക്കി കൊടുക്കേണ്ട, അടച്ച് വെച്ചൊരു 5 മിനിറ്റ്, അതായത് ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്ന ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഇതുപോലത്തെ നല്ല കുഴിയുള്ള സ്പൂൺ വെച്ചിട്ട് വേണം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അത് നല്ലപോലെ ഉടച്ച് കൊടുക്കുക. കപ്പയൊക്കെ ഉടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു അരപ്പും കപ്പയും കൂടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ടിക്ക് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. അപ്പം ഞാൻ കുറച്ച് ലൂസായിട്ടാണ്, അപ്പോൾ ഇതിൽ നിന്നും കുറച്ചുകൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാറ്. എന്നിട്ട് ഇതിലേക്ക് നല്ല നെയ്മീൻ കറിയില്ലേ, അതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല, അതായത് നമ്മൾ കപ്പ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് കുറച്ച് മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറ് തന്നെ വേണമെന്നില്ല, ഈ ഒരു കപ്പയും മീൻകറിയും കൂടെ ഇതുപോലെ കഴിക്കുമ്പോൾ തന്നെ വയറും നിറയും മനസ്സും നിറയും. അപ്പോൾ നിങ്ങളും ഇതുപോലെ കുറച്ച് അരപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കപ്പക്കറി ഒന്ന് വെച്ച് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമ.